ഹലോ ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നമസ്കാരം. ബ്രിക്സിന്റെ 17ാമത്തെ സമ്മിറ്റ് ഉച്ചകോടി ബ്രസീലിൽ വെച്ച് ജൂലൈ 7-ാം തീയതി ആരംഭിക്കാൻ പോവുകയാണ്. അതിൽ പങ്കെടുക്കുവാൻ നമ്മളുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോകുന്നുണ്ട്. അത് അമേരിക്കയ്ക്ക് ഏറ്റവും വലിയ ഒരു വികാരം, ആശങ്ക, കൺസേൺ, അല്ലെങ്കിൽ അവരുടെ ഒരു ഇറിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ബ്രിക്സിനകത്തിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അമേരിക്കയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ അനുസരിച്ച് നമ്മളുടെ ഫോറിൻ പോളിസീസിനെ ഏറെക്കുറെ ഒരു നല്ല പരിധി വരെ നമ്മളതിനെ ഷേപ്പ് ചെയ്യുന്നില്ല എന്നൊക്കെയുള്ളൊരു പരാതി ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ഒക്കെ തന്നെ അമേരിക്ക പറയാറുണ്ട്. അപ്പോൾ നമ്മളുടെ പ്രധാനമന്ത്രി ബ്രിക്സിൽ പങ്കെടുക്കാൻ പോകുന്നത് അമേരിക്ക, ഡൊണാൾഡ് ട്രംപ് ഒക്കെ വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ്, അല്ലെങ്കിൽ നിരീക്ഷിക്കും എന്നൊക്കെയുള്ളൊരു വാർത്തയാണ് നമുക്ക് ജിയോ പൊളിറ്റിക്കലി നമുക്കറിയാൻ സാധിക്കുന്നത്. ഇപ്രാവശ്യത്തെ 17ാമത്തെ അവരുടെ മീറ്റിംഗ് ആണ്. ബ്രിക്സിന്റെ 17ാമത്തെ മീറ്റിംഗ് എന്നാൽ ബ്രസീലിലാണ് നടക്കുന്നത്. അതിന്റെ ഫൗണ്ടിങ് മെമ്പേഴ്സ് നമുക്കറിയാം. ബ്രിക്സ് എന്നുള്ളത് ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, ഈ 5 രാജ്യങ്ങൾ ചേർന്ന് ഫോം ചെയ്ത ഒരു ഇക്കണോമിക്, എന്താണ് പറയുന്നത്, ഒരു ഗ്രൂപ്പാണ്. സ്ട്രാറ്റജിക് അല്ല, മിലിറ്ററി ഗ്രൂപ്പ് അല്ല, ഇക്കണോമിക് ഗ്രൂപ്പാണ്. എന്നുവെച്ചാൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി, സമ്പദ് വ്യവസ്ഥയുടെ കാര്യങ്ങൾക്ക് വേണ്ടി, ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഒരു ഫോമലായിട്ടുള്ള, എന്നുവെച്ചാൽ ഈ 5 രാജ്യങ്ങളുടെയും പരമോന്നത തലത്തിൽ നിന്ന് നേതാക്കൾ, ലീഡേഴ്സ് പങ്കെടുത്ത് ഫോം ചെയ്ത ഒരു, ഇപ്പോൾ വരെ കുഴപ്പമില്ലാത്ത വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ഫോമൽ ഗ്രൂപ്പിംഗ് ആണ് ബ്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രാവശ്യത്തെ നമ്മളുടെ പ്രധാനമന്ത്രിയുടെ, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് നമ്മുടെ പ്രധാനമന്ത്രി ഇതിൽ പങ്കെടുക്കുന്നത് പ്രത്യേകിച്ച് വാഷിങ്ടനെ സംബന്ധിച്ച് വലിയൊരു, പിന്നെ അവരെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട ഒരു കൺസേൺ ആണ്. കാരണം ഈ അടുത്ത സമയത്ത് നമുക്കറിയാം, പഹൽഗാം ആക്രമണത്തിന് ശേഷവും അതിനു മുമ്പ് ട്രംപ് രണ്ടാമത് വന്നതിന് ശേഷം ഏർപ്പെടുത്തിയിട്ടുള്ള ട്രേഡ് ടാരിഫുകൾ ഇല്ലേ, നമ്മളുടെ ഈ നികുതി, വ്യാപാരവുമായി ബന്ധപ്പെട്ട നികുതി, ടാക്സസ്, എന്താ ചുങ്കം. അപ്പോൾ ഇന്ത്യക്കെതിരെ ഒക്കെ തന്നെ ഈ ടാരിഫ് ഏർപ്പെടുത്തുകയും അതിനുശേഷം ഇപ്പോൾ ഏകദേശം ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ട്രേഡ്, പിന്നെ എഗ്രിമെന്റിന്റെ വക്കിലെത്തിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇരു രാജ്യങ്ങളും തമ്മിൽ പൂർണ്ണമായിട്ടും പരസ്പരം സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളൊരു തലത്തിലാണ് നിൽക്കുന്നത്. അമേരിക്ക വിചാരിച്ച പോലെ ഇന്ത്യ വരിഞ്ഞ് മുറുക്കി കെട്ടി പ്രഷർ ചെയ്ത് അവരുടെ വരുതിക്ക് നിർത്താമെന്നുള്ളൊരു ഇന്റൻഷൻ, അല്ലെങ്കിൽ ഒരു എന്താണ് പറയുന്നത്, ഒരു അവരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു, പിന്നെ പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നടന്നിട്ടില്ല ഇതുവരെ കാര്യമായിട്ട്. അപ്പോൾ അതിൻ്റെ മുറുമുറുപ്പൊക്കെ ട്രംപിനും അമേരിക്കൻ ഭരണകൂടത്തിനും ഒക്കെ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ പഹൽഗാം ആക്രമണത്തെ സമയത്ത് നമ്മൾ കണ്ടാണ് അമേരിക്കയുടെ അപ്രോച്ച് എങ്ങനെയായിരുന്നു എന്നുള്ളതും. അതിനുശേഷവും പാകിസ്ഥാനുമായിട്ടുള്ള അവരുടെ ബന്ധങ്ങളൊക്കെ തന്നെ കൂടുതൽ പഴയതിനേക്കാളും മെച്ചപ്പെടുന്നതും, അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, ബെറ്റർ ആകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്ത്യയെ വലിയ ഒരു സുഹൃത്തായിട്ടും അല്ലെങ്കിൽ സ്ട്രാറ്റജിക് പാർട്ട്ണറായിട്ടും ഒക്കെയാണ് കാണുന്നത് എന്ന് പറയുമ്പോൾ തന്നെയും പാകിസ്ഥാൻ തീവ്രവാദം, പിന്നെ ഒരിക്കലും നിർത്താത്ത തീവ്രവാദം ഇന്ത്യയിൽ ഏത് സമയത്തും അഴിച്ചുവിടാൻ താല്പര്യം കാണിക്കുന്ന പാകിസ്ഥാനോട് കൂടുതൽ സഹകരിക്കുകയും അടുക്കുകയും അവരുമായിട്ടുള്ള ബന്ധങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുകയും പാകിസ്ഥാന് സാമ്പത്തികമായിട്ടുള്ള, അല്ലെങ്കിൽ തന്ത്രപരമായിട്ടുള്ള മിലിറ്ററി സപ്പോർട്ട്, അസിസ്റ്റൻസ് ഒക്കെ കൊടുക്കുവാൻ വേണ്ടി താല്പര്യം കാണിക്കുന്ന ഒരു തരത്തിലേക്ക് ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷൻ, അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ വന്നിട്ടുണ്ട്. അത് ഇന്ത്യയെ ശരിക്കും കാര്യമായിട്ട് ഒന്ന് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും ഇന്ത്യയും വളരെ കടുത്ത നിലപാടുകൾ എടുത്തുകൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിലാണ് ഈ ബ്രിക്സ് സമ്മിറ്റിൽ ഇന്ത്യ പങ്കെടുക്കുമ്പോൾ, കാരണം അമേരിക്കയുടെ ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ ഈ ബ്രിക്സിലുള്ള രാജ്യങ്ങൾ, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പ്രത്യേകിച്ച് ഡോളറിനെ ഡിച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഡോളറിനെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അമേരിക്കയുടെ, നമുക്കറിയാം, അവരുടെ സർവാധിപത്യത്തിന് ഏൽക്കുന്ന വലിയൊരു തിരിച്ചടിയായിരിക്കും. അപ്പോൾ അതിനെ എത്രയും ശക്തമായിട്ട് എതിർക്കുക, അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ, പിന്നെ ലക്ഷ്യം. അപ്പം അതുകൊണ്ടാണ് അവർ പല രാജ്യങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുന്നതും, പല രാജ്യങ്ങളെ പിന്നെ സാമ്പത്തികമായിട്ട് ഈ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി
അവർക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാടുകളൊക്കെ എടുക്കുന്നതും ഒക്കെ തന്നെ ഡോളറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഡോളറിൻ്റെ ഹെജിമോണി അല്ലെങ്കിൽ അതിൻ്റെ സർവാധിപത്യം സമഗ്രമായിട്ടുള്ള ആധിപത്യം നിലനിർത്താനൊക്കെ തന്നെയാണ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് നേരത്തെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ നമ്മൾ ഒഫീഷ്യലായിട്ട് തന്നെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഫോർമുലയുടെ ഡിക്ലറേഷൻ ഉണ്ടായിരുന്നു. കാരണം ഡോളർ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ ഇന്ത്യക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല എന്ന് അന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതിനുശേഷം ജിയോ പൊളിറ്റിക്കൽ ചേഞ്ചസ് ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ ട്രംപിൻ്റെ ട്രേഡ് വാർ, പിന്നെ പഹൽഗാം ഭീകരാക്രമണങ്ങൾ, ട്രംപിന് പാകിസ്ഥാനുമായിട്ടുള്ള ഒരു അപ്രോച്ചിലുള്ള മാറ്റങ്ങൾ, ട്രംപിന് മീൻസ് അമേരിക്കൻ ഭരണകൂടത്തിന്. അപ്പോൾ ഇതൊക്കെ കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യ ഇനി ഏത് തരത്തിലുള്ള നയപരിപാടികളായിരിക്കും സ്വീകരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണുന്ന ഒരു വിഷയമാണ്. അപ്പം ട്രംപിനെ സംബന്ധിച്ച് അമേരിക്കയെ സംബന്ധിച്ച് ഇത് വളരെ പ്രധാനപ്പെട്ടാണെന്ന് പറഞ്ഞു. കാരണം ബ്രിക്സിലെ ഈ ഡീ ഡോളറൈസേഷൻ എന്നുള്ള ഒരു പിന്നെ സംഭാഷണം അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് ചർച്ചയിൽ വരികയും ഇന്ത്യനകത്ത് കൂടുതൽ താല്പര്യം കാണിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ ഇപ്പോൾ റഷ്യയായാലും ചൈനയായാലും വളരെ ശക്തമായിട്ട് തന്നെ അവർ ഓൾറെഡി ഈ ഡോളറിനെ ഉപേക്ഷിച്ച് കഴിഞ്ഞ് ഏറെക്കുറെയൊക്കെ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഡോളറിനെ ഉപേക്ഷിക്കുന്ന രീതിയിലൊക്കെ അവർ പതുക്കെ പതുക്കെ ഗ്രാജുവലി അവർ വന്നു കഴിഞ്ഞു. ഇന്ത്യനകത്തിൽ ഇതുവരെ നമ്മളെ ഒരു ചെറിയ തോതിലെങ്കിലും നമ്മളതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ചൈനയുടെയും റഷ്യയുടെയും ഭാഗത്തുനിന്ന് അവർക്ക് നമ്മളോട് അങ്ങനെയുള്ളൊരു പിന്നെ എന്താണ് പറയുന്നത് ഒരു അമർഷമുണ്ട്. കാരണം അതിൽ അവരുടെ ഭാഗത്തു നിന്നുകൊണ്ട് അമേരിക്കൻ ഡോളറിനെ ഉപേക്ഷിക്കാൻ തയ്യാറാകാത്തതിന് ഇന്ത്യയോട് അവർക്കൊരു അമർഷമുണ്ട്, ഇറിറ്റേഷൻ ഉണ്ട്. അറ്റ് ദ സെയിം ടൈം അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഇന്ത്യ ബ്രിക്സിൽ ഇപ്പോഴും കാര്യമായിട്ട് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതുകൊണ്ട് അമേരിക്കയുടെ ഭാഗത്തുനിന്നും അങ്ങനെയുള്ളൊരു പിന്നെ ആശങ്ക അമേരിക്കയ്ക്കുണ്ട്. അപ്പോൾ ഈ രണ്ട് പവേഴ്സിനും ഇടയ്ക്ക് നിന്നുകൊണ്ട് ഇന്ത്യ ഒരു ഞാണിന്മേൽ കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രത്തോളം നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് അറിയത്തില്ല. അപ്പോൾ അമേരിക്കയുടെ ഫിനാൻഷ്യൽ ഡോമിനൻസ് ഇതിനെ ത്രട്ടൺ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഡീ ഡോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇന്ത്യയുടെ ഇതിനകത്തിൽ ബ്രിക്സിലുള്ള പാർട്ടിസിപ്പേഷന് ശേഷം ഇന്ത്യ US റിലേഷൻ അവരും നമ്മളെ വളരെ സസ്പീഷനോടുകൂടിയാണ് കാണുന്നത്, വളരെ സംശയത്തോടുകൂടിയാണ് കാണുന്നത്. അതുപോലെ ചൈനയും റഷ്യയും അതുപോലെ തന്നെ നമ്മൾ അമേരിക്കയായിട്ട് മോറോർലെസ് കുറേയൊക്കെ ബന്ധങ്ങൾ വളരെ സ്മൂത്തായിട്ട് കൊണ്ടുപോകുന്നതും പിന്നെ നമ്മൾ ക്വാഡിലൊരു മെമ്പർ ആയതുമൊക്കെ തന്നെ ഈ പറഞ്ഞ വശത്തിനെയും അലോസരപ്പെടുത്തുന്നുണ്ട്. അപ്പം ബ്രിക്സിൻ്റെ ട്രേഡ് റിലേഷൻഷിപ്പും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഡീ ഡോളറൈസേഷൻ പ്രോഗ്രാംസും ഒക്കെ തന്നെ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള G7 ഒക്കെ തന്നെ, G7 ആണെന്ന് ലോകത്തിലെ പവർഫുൾ ആയിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് 7 നേഷൻസ്, അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, പിന്നെ കാനഡ, ഇറ്റലി, ജർമ്മനി, ജപ്പാൻ, ഈ 7 രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് G7. അപ്പം ലോകത്തിലെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള വളരെ ശക്തിയുള്ള ഈ 7 രാജ്യങ്ങളുടെ കൂട്ടായ്മയെ തകർക്കുവാൻ ബ്രിക്സിന് കഴിയും. അത് ഡീ ഡോളറൈസേഷൻ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അതിന് വഴിതെളിക്കും എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ അടുത്തിടയ്ക്ക് US കൊമേഴ്സ് സെക്രട്ടറി USISPF എന്ന് പറഞ്ഞൊരു ഇൻഡസ്ട്രി ഫോറത്തിൽ സംസാരിച്ചപ്പോൾ പുള്ളിക്ക് മോഡി ബ്രിക്സിൻ്റെ സമ്മിറ്റിൽ ഉച്ചകോടിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ഒരു ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു, അല്ലെങ്കിൽ അവരുടെ ഒരു അമേരിക്കയുടെ ഒരു ആശങ്ക അവർ പ്രകടിപ്പിച്ചിരുന്നു. അപ്പോൾ അവർ പറയുന്നത് വാഷിങ്ടൺ അല്ലെങ്കിൽ അമേരിക്ക ഇത് വളരെ ഇന്ത്യയുടെ നിലപാട് എന്തായിരിക്കും എന്നറിയാനാണ് പ്രത്യേകിച്ച് അവർക്ക് താല്പര്യം. ഇന്ത്യയുടെ നിലപാട് എന്തായിരിക്കും, മോഡിയുടെ ഈ ബ്രിക്സ് ഉച്ചകോടിയിൽ മോഡി എടുക്കുന്ന തീരുമാനങ്ങൾ എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് അവർ വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ പിന്നെ ഈ സ്ട്രാറ്റജിക് ചോയ്സസ്, തന്ത്രപരമായിട്ടുള്ള നമ്മുടെ ആ ഒരു ഇൻഡിപെൻഡൻസ്, അത് നമ്മളിപ്പോഴും റഷ്യയിൽ നിന്നാണല്ലോ ആയുധങ്ങൾ കൂടുതൽ വാങ്ങിക്കുന്നത്. അപ്പോൾ റഷ്യയിൽ നമ്മൾ കൂടുതൽ ആയുധങ്ങൾ വാങ്ങിക്കുകയും അമേരിക്കയുടെ പിന്നെ താല്പര്യങ്ങൾക്ക് കൂടുതൽ വിധേയത്വം കാണിക്കാതെ നമ്മൾ ഏകദേശം മോറോർലെസ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു ഫോറിൻ പോളിസി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതൊക്കെ തന്നെ വാഷിങ്ടണെ സംബന്ധിച്ച് അമേരിക്കയെ സംബന്ധിച്ച് വളരെ ഇറിറ്റേറ്റിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ബ്രിക്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫൗണ്ടിങ് മെമ്പറാണ് അത്. മൻമോഹൻ സിംഗിൻ്റെ സമയത്താണ് അത് ഉണ്ടാക്കിയിരുന്നത്. പിന്നെ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് ബ്രിക്സ് ഫോം ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം ഇന്ത്യനകത്തിൽ എല്ലാ വർഷവും എപ്പോഴും ആക്റ്റീവായിട്ടുള്ള 5 ഫൗണ്ടിങ് മെമ്പേഴ്സിൽ ഒരു മെമ്പർ നേഷൻ ആയതുകൊണ്ട് വളരെ ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ഉണ്ട്. പക്ഷേ
ഇതുപോലുള്ള കാര്യങ്ങളിൽ ഇതുവരെ ഇന്ത്യ മുന്നോട്ട് വന്നിട്ടില്ല. ഇത് ഡോളറിനെ ഉപേക്ഷിച്ചിട്ട് ഒന്നുകിൽ, കാരണം അതിനകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇന്ത്യയുടെ കൺസേൺ എന്ന് പറഞ്ഞാൽ ചൈനയുടെ കറൻസിയിൽ ട്രേഡ് നടത്താൻ ഇന്ത്യ തയ്യാറാകത്തില്ല. കാരണം അപ്പം നമ്മൾ തീർച്ചയായിട്ടും ചൈനയുടെ അപ്രമാദിത്വം നമ്മൾ വകവെച്ച് കൊടുക്കുക അല്ലെങ്കിൽ സമ്മതിച്ചു കൊടുക്കുന്നതിന് തുല്യമായിരിക്കും. അപ്പോൾ അവിടെ അങ്ങനെ ഒരു വിഷയമുണ്ട്. ഒരു കോമൺ കറൻസി വരികയാണെങ്കിൽ എല്ലാ രാജ്യത്തിനും, ബ്രിക്സിലുള്ള എല്ലാ രാജ്യത്തിനും ഒരുപോലെ തന്നെ പാർട്ടിസിപ്പേഷനുള്ള ഒരു കോമൺ കറൻസി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് സ്വീകാര്യമായിരിക്കാം. പക്ഷേ ചൈനീസ് യുവാനിലാണ് ഈ ഡോളറിനെ ഡിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ചൈനീസ് യുവാനിലാണ് നമ്മൾ ഈ ബ്രിക്സിൻ്റെ കറൻസിയായിട്ട് സ്വീകരിക്കുന്നതെങ്കിൽ അത് ഇന്ത്യയെ സംബന്ധിച്ച് സ്വീകരിക്കാൻ പറ്റാത്തൊരു നിലപാടായിരിക്കും എന്നുള്ളതാണ് ഇതുവരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ഈ ബ്രിക്സിൻ്റെ ഈ പറഞ്ഞ 17ാമത്തെ ഉച്ചകോടി സമ്മേളനം അത് റിയോ റീസെറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അത് വാഷിങ്ടൺ അല്ലെങ്കിൽ പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ G7 രാജ്യങ്ങളുടെ പിന്നെ പവറിനെ, അധികാരത്തെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്വാധീനത്തെ ചലഞ്ച് ചെയ്യാൻ പോകുന്ന തരത്തിലുള്ള ചില നിലപാടുകൾ അല്ലെങ്കിൽ നയങ്ങൾ രൂപീകരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു ആശങ്ക അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ട്. ഇപ്പോൾ ഈ ബ്രിക്സിലെ 5 രാജ്യങ്ങളും ബാക്കി ഇപ്പോൾ ഉള്ള 6 രാജ്യങ്ങളും കൂടെ കൂടിയുള്ള 11 രാജ്യങ്ങൾ എല്ലാം കൂടെ കൂട്ടി നമ്മൾ യോജിപ്പിച്ച് നോക്കുമ്പോൾ ഇന്ന് ലോകത്തിൻ്റെ ഏകദേശം GDP-യുടെ 39% വരുന്നുണ്ട്. G7 എന്ന് പറഞ്ഞാൽ 30% വരുന്നുള്ളൂ. അപ്പോൾ G7-നെക്കാളും വളരെ ശക്തമായിട്ടുള്ളൊരു ബ്ലോക്കായി മാറിക്കഴിഞ്ഞു. G7 ഒരു ഇക്കണോമിക് ഫോർമേഷൻ ഗ്രൂപ്പാണ്, സ്ട്രാറ്റജിക് അല്ല. ബ്രിക്സ് അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇത് ഈ 39% എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ജിയോ പൊളിറ്റിക്കലി അല്ലെങ്കിൽ ഗ്ലോബൽ ഇക്കണോമിക് സിസ്റ്റത്തിൻ്റെ ഒരു ഡൈനാമിക്സ് മാറി എന്നുള്ളതാണ് അത് കാണിക്കുന്നതാണ്. അപ്പം ഇന്ത്യയാണ് അവർ തീർച്ചയായിട്ടും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത്. ഇന്ത്യയുടെ നിലപാട് എന്തായിരിക്കും? കാരണം ഇന്ത്യ അമേരിക്കൻ തമ്മിൽ വളരെ ശക്തമായിട്ടുള്ള ബന്ധങ്ങൾ, തന്ത്രപരമായിട്ടുള്ള സ്ട്രാറ്റജിക് റിലേഷൻസ് ഒക്കെ നിലനിൽക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അമേരിക്ക ഏറ്റവും കൂടുതൽ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത് ഇന്ത്യയുടെ നിലപാടിനെയായിരിക്കും, ഇന്ത്യയുടെ നയങ്ങൾ ഏത് രീതിയിലായിരിക്കും എന്നുള്ളതാണ്. ബ്രസീലിൻ്റെ പ്രസിഡന്റ് തന്നെ കറൻസി ഓൾട്ടർനേറ്റ്, ഡോളറല്ല മറ്റൊരു കറൻസിയെക്കുറിച്ച് പിന്നെ ഉള്ള പ്ലാനിനെ കുറിച്ച് ഒക്കെ ഉള്ള സ്റ്റേറ്റ്മെൻറ്റ് മുന്നോട്ട് വെക്കുകയും ഇൻസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ്, അതായത് ഇപ്പോൾ ഉള്ള UN, IMF, വേൾഡ് ബാങ്ക് ഇതുപോലുള്ള പവർഫുൾ ആയിട്ടുള്ള ലോകത്തെ നിയന്ത്രിക്കുന്ന ഈ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ റിഫോംസ് വേണമെന്നൊക്കെ തന്നെ ബ്രസീലിൻ്റെ പ്രസിഡന്റ് ആവശ്യപ്പെട്ട് അത് ഒത്തിരി കാലമായിട്ട് ലോകത്ത് പല രാജ്യങ്ങളും ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ബുദ്ധിമുട്ടുകൾ, പ്രത്യേകിച്ച് IMF-ൻ്റെയും വേൾഡ് ബാങ്കിൻ്റെയും ഒക്കെ തന്നെ ഭാഗത്തുനിന്നും അമേരിക്കയുടെ ഭാഗത്തുനിന്നുള്ള സാങ്ഷൻസ് ഇതൊക്കെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്ന രാജ്യങ്ങൾ തീർച്ചയായിട്ടും അമേരിക്കൻ ഡോളർ മാറ്റി മറ്റൊരു സ്വീകാര്യമായിട്ടുള്ള എല്ലാ രാജ്യങ്ങൾക്കും ഈ പറഞ്ഞ വെല്ലുവിളികളൊന്നും ഇന്നില്ലാത്ത അമേരിക്കയുടെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഭാഗത്തുനിന്നും ഇക്കണോമിക് സാങ്ഷൻസ്, സാമ്പത്തിക ഉപരോധങ്ങളില്ലാത്ത അല്ലെങ്കിൽ അമേരിക്കയുടെ ഭാഗത്തുനിന്നുള്ള ത്രെറ്റ്സ്, ഭീഷണികൾ, കാരണം അവർ യുദ്ധം ചെയ്യുന്നില്ല, അവരുടെ ഈ പറഞ്ഞ കറൻസിയെ നമ്മൾ പറഞ്ഞ ഗ്ലോബൽ ഡോമിനൻസ്, അതായത് ഡോളറിൻ്റെ ഗ്ലോബൽ ഡോമിനൻസ് നിലനിർത്തുക എന്നുള്ള ഉദ്ദേശത്തോടെ തന്നെയാണ് അവർ യുദ്ധങ്ങൾ ആരംഭിക്കുന്നതും രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തുന്നതൊക്കെ തന്നെ. അത് മിഡിൽ ഈസ്റ്റിൽ നമ്മൾ ഇറാഖിനെതിരെയുള്ള വാറായാലും ശരി, അഫ്ഗാനിസ്ഥാനുള്ള വാറായാലും ശരി, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇറാനെതിരെയുള്ള വാർ എന്നല്ല, ഇറാനെതിരെ നിലനിൽക്കുന്ന 2 ദശാബ്ദക്കാലത്തിനും മുകളിലായിട്ട് ഇറാനെതിരെ നിലനിൽക്കുന്ന ഈ പറഞ്ഞ ഭീഷണികളും സാമ്പത്തിക ഉപരോധങ്ങളും ഒക്കെ തന്നെ ഇറാനും ഡോളറിന് പകരമായിട്ട് അല്ലെങ്കിൽ ഡോളറിനെ ഉപേക്ഷിച്ച് ഒന്നുകിൽ അവർ ഏർപ്പെടുന്ന രാജ്യം, ഇപ്പോൾ ചൈനയായിട്ട് ആണെങ്കിൽ യുവാൻ, റഷ്യയായിട്ടാണെങ്കിൽ റൂബിൾ, ഇന്ത്യയായിട്ടാണെങ്കിൽ റുപ്പി, പറഞ്ഞ ടേംസിലൊക്കെയാണ് അവർ ട്രേഡ് നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് അമേരിക്കയുടെ കണ്ണിലെ കരടായിട്ട് ഇറാനും മാറിക്കഴിഞ്ഞത്. അപ്പോൾ ഇങ്ങനെയാണ് അവർ ഓരോ രാജ്യത്തിനെ ടാർഗറ്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് ഇന്ത്യയെ സംബന്ധിച്ചും ഇന്ത്യ ഇതുവരെ ശക്തമായിട്ടുള്ള ഡീഡോളറൈസേഷൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ അങ്ങനൊരു നിലപാടിനെ ഓപ്പണായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ബ്രിക്സിൻ്റെ ഒരു പൊതുനയമാണ് ഡീഡോളറൈസേഷൻ. ഇപ്പോൾ ബ്രിക്സിൻ്റെ പൊതുനയം എന്ന് പറയുമ്പോൾ ഇന്ത്യ അതിലെ ഒരു പ്രധാനപ്പെട്ട മെമ്പർ ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഒരുപക്ഷെ ഒളിഞ്ഞോ തെളിഞ്ഞോ ഇന്ത്യയുടെയും നയമായിരിക്കാം ഡീഡോളറൈസേഷൻ എന്നുള്ളത്. കാരണം ഈ പറഞ്ഞ ഭീഷണികൾ അല്ലെങ്കിൽ ഇതുപോലുള്ള എന്താണ് ത്രെറ്റ്സ് ഒക്കെ തന്നെ ഇന്ത്യയും പലപ്പോഴും നമ്മൾ നേരിട്ടിട്ടുണ്ട്. ഇനി ഭാവിയിൽ നമുക്ക് ഈ പറഞ്ഞ ഭീഷണികൾ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാം. അവിടെ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും തീർച്ചയായിട്ടും ഈ ഡോളറിൻ്റെ അപ്രമാദിത്യം നമുക്ക്
മറ്റൊരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റൊരു അവസ്ഥ നമുക്ക് ഇപ്പോൾ സ്വീകരിക്കാൻ ഇല്ലാത്തതുകൊണ്ടോ നമ്മൾ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ആശ്രയിച്ച് നമ്മൾ അതിനെ ഒഴിവാക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കാരണം ലോകത്ത് അതിന് പകരം മറ്റൊരു ഓൾട്ടർനേറ്റീവ് ഇല്ല, ഓൾട്ടർനേറ്റീവ് സിസ്റ്റം ഇല്ല. ഇപ്പം സ്വിഫ്റ്റ് എന്നൊക്കെ പറയുന്ന അതിന് ഓൾട്ടർനേറ്റീവ് സിസ്റ്റം ഇല്ല. അല്ലെങ്കിൽ IMFന് പകരമായിട്ട്, വേൾഡ് ബാങ്കിന് പകരമായിട്ട് നമുക്ക് ആശ്രയിക്കാവുന്ന ഒരു പവർഫുള്ളായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഈ ലോകത്തില്ലാത്തത് കൊണ്ട് നമ്മളെപ്പോലുള്ള പല രാജ്യങ്ങളും ഈ പറഞ്ഞ ഡോളറിനെ ഡിപ്പെൻഡ് ചെയ്തും അല്ലെങ്കിൽ IMF, വേൾഡ് ബാങ്കിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ നിലനിൽക്കുന്നത്. അല്ലാതെ നമുക്ക് പൂർണ്ണമായിട്ടും അതിനോട് താല്പര്യം ഉണ്ടായിട്ടില്ല തീർച്ചയായിട്ടും അങ്ങോട്ട്. അപ്പം ഈ മാർച്ചിലാണ് നമ്മളുടെ വിദേശകാര്യ മന്ത്രി ജയശങ്കർ പറഞ്ഞത് ഡോളർ ബ്രിക്സ് ഒരു യൂണിഫൈഡ് ബ്രിക്സ് കറൻസി ഇല്ല എന്ന് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി പറയുകയും ഇന്ത്യക്ക് അങ്ങനെ ഒരു പദ്ധതി ഒരു ഡോളറിനെ റീപ്ലേസ് ചെയ്യാനുള്ള പദ്ധതി അല്ലെങ്കിൽ ഒരാഗ്രഹമില്ല എന്ന് നമ്മൾ ഒഫീഷ്യലായിട്ട് നമ്മൾ പറയുകയുണ്ട്. പക്ഷേ അത് എത്രത്തോളം നമുക്ക് മുന്നോട്ട് അസാധ്യമായി പോകുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ കാരണം ഇപ്പം ചൈനയ്ക്ക് കുഴപ്പമില്ല, കാരണം അവർ ഒരേ പാതയിൽ സഞ്ചരിക്കുന്നുണ്ട്, റഷ്യയ്ക്കും കുഴപ്പമില്ല. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ ഇരുഭാഗത്തും നിൽക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട് ഇന്ത്യക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട സങ്കീർണമായിട്ടുള്ള ഒരു ഡിപ്ലോമാറ്റിക് ബാലൻസിങ് ആക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ ഒരു നിലപാടായിരിക്കും അമേരിക്ക വളരെ സൂക്ഷ്മമായിട്ട്. അപ്പോൾ അമേരിക്കയ്ക്കെതിരെ ശക്തമായിട്ട് എതിരെ നിൽക്കുന്ന രാജ്യങ്ങളാണ് റഷ്യയും പിന്നെ ചൈന എന്നുള്ളതല്ല. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് അതൊരു കൺസേൺ അല്ല. പക്ഷേ ഇന്ത്യയുടെ നിലപാട് എന്തായിരിക്കും എന്നുള്ളതായിരിക്കും ഈ പറഞ്ഞ ഒരു അമേരിക്ക ഇപ്പോൾ അത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ US റിലേഷൻ ഈ അടുത്ത സമയത്തായിട്ട് പ്രത്യേകിച്ച് ട്രംപിൻ്റെ വരവോടുകൂടി അല്പം ഒന്ന് മോശമായിട്ടുണ്ട്. അപ്പം മോശമായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് നമ്മൾ നേരത്തെ പറഞ്ഞാണ് എന്തുകൊണ്ട് മോശമായി എന്നുള്ള കാര്യം. അപ്പോൾ ഈ ജൂലൈ ബ്രിക്സ് മീറ്റിങ്ങിന് മുമ്പ് ജയശങ്കർ വാഷിങ്ടൺ അല്ലെങ്കിൽ അമേരിക്കയിൽ പോകുന്നുണ്ട് ക്വാഡിൻ്റെ പിന്നെ ഫോറിൻ മിനിസ്റ്റേഴ്സിൻ്റെ മീറ്റിങ്ങിൽ. അത് ജൂലൈ 1-നാണ്. ഇന്ന് ജൂലൈ 1 അതെ, അപ്പോൾ ഇന്നാണ് ആ മീറ്റിംഗ്. അപ്പം ഈ മീറ്റിങ്ങിൽ തീർച്ചയായിട്ടും അതൊരു ടോപ്പ് ലീഡേഴ്സിൻ്റെ സമ്മിറ്റ് അല്ല. ഈ ക്വാഡിലുള്ള ഇപ്പം അമേരിക്ക, ജപ്പാൻ, ഓസ്ട്രേലിയ, ഇന്ത്യ ഈ 4 രാജ്യങ്ങളുടെയും ഫോറിൻ മിനിസ്റ്റേഴ്സ് അമേരിക്കയിൽ അത് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരിക്കും. അവരുടെ ഫോറിൻ മിനിസ്റ്റർ എന്ന് ഇല്ലല്ലോ, പോർട്ട്ഫോളിയോ അല്ല, ആ പേരല്ലോ, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആണ്. ഇന്ത്യയുടെ അല്ലെങ്കിൽ ഓസ്ട്രേലിയ, ജപ്പാൻ്റെ ഒക്കെ ഫോറിൻ മിനിസ്റ്റേഴ്സ്. അപ്പോൾ ഈ 4 രാജ്യങ്ങളുടെയും വിദേശകാര്യ മന്ത്രിമാർ അമേരിക്കയിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇന്ത്യ ക്വാഡിലും ഉണ്ട്, അമേരിക്കയുടെ ഭാഗത്തുണ്ട്, ഇപ്പുറത്ത് ബ്രിക്സിലും ഉണ്ട്. അതുപോലെ തന്നെ റഷ്യ, ചൈനയുടെ ഭാഗമായിട്ടുള്ള ഷാങ്ഹായ് സെക്യൂരിറ്റി കോർപ്പറേഷനിലുണ്ട്. എല്ലായിടും ഇന്ത്യയുണ്ട്. ഇന്ത്യക്ക് കൃത്യമായിട്ടുള്ളൊരു നിലപാടുണ്ട്. എങ്കിൽ തന്നെ ഇതുപോലുള്ള രണ്ട് സൈഡിലും അല്ലെങ്കിൽ പല സൈഡിലും ഇന്ത്യ നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇപ്പോൾ ട്രേഡ് ടോക്സ്, വ്യാപാര കരാറിനെ കുറിച്ചുള്ള ഒരു ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഏകദേശം അടുത്ത ദിവസങ്ങളിൽ തന്നെ അത് പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ ഭാഗികമായിട്ടെങ്കിലും അതിന് ഒരു കംപ്ലീഷൻ അല്ലെങ്കിൽ ഒരു പൂർത്തീകരണം ഉണ്ടാകും. ഇരു രാജ്യങ്ങളും പൂർണ്ണമായിട്ടും വിട്ടുവീഴ്ചകൾ പരസ്പരം ചെയ്ത് അതിനെ ഇരു രാജ്യങ്ങൾക്കും ഗുണകരമാകുന്ന രീതിയിൽ, മ്യൂച്വലി ബെനഫിഷ്യൽ ആകുന്ന രീതിയിലേക്ക് ഇതുവരെ കാര്യങ്ങൾ വന്നിട്ടില്ല. കാരണം ട്രംപിൻ്റെ നയങ്ങളും നിലപാടുകളൊക്കെ നമുക്കറിയാം ഏത് സമയം മാറാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഇന്ത്യ വളരെ കോഷ്യസ് ആയിട്ടാണ്, വളരെ മുൻകരുതലോടുകൂടിയാണ് ഈ പറഞ്ഞ കാര്യങ്ങളെയൊക്കെ സമീപിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡെഡ് ലൈൻ ഏകദേശം അടുത്ത് വരികയാണ്. അത് ട്രംപ് ഏർപ്പെടുത്തിയിട്ടുള്ള ചുങ്കത്തിൻ്റെ ജൂലൈ മാസത്തിലെങ്ങാണ്ടാണ്. അപ്പം അതുകൊണ്ട് ബ്രിക്സിൽ ഇന്ത്യയുടെ നിലപാട് എന്തായിരിക്കും എന്നുള്ളത് ട്രംപും അമേരിക്കൻ ഭരണകൂടം സൂക്ഷ്മമായി നിരീക്ഷണം ചെയ്തിട്ടായിരിക്കും ഇന്ത്യക്കെതിരെ ഇന്ത്യ എങ്ങനെ പണിയണം അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ ഏത് നിലപാടെടുക്കണം എന്നുള്ള അവർ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ചൈനയുടെ പ്രസിഡന്റും ഷീയും തമ്മിൽ അവിടെ വെച്ച് കണ്ടുമുട്ടുന്നതിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾ ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല. കാരണം പഹൽഗാം ഈ ഭീകരാക്രമണത്തിന് ശേഷം ഓപ്പറേഷൻ സിന്ദൂർ സമയത്തൊക്കെ പാകിസ്ഥാനെ വളരെ അകമഴിഞ്ഞ് സഹായിച്ച ഒരു രാജ്യമാണ് ചൈന. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും മോഡിയും ഷിയും തമ്മിൽ പിന്നെ ഏത് രീതിയിലായിരിക്കും അവരുടെ പരസ്പരം അങ്ങോട്ടുള്ള സമീപനമെന്നും അവരെ ഉഭയകക്ഷി ചർച്ചകൾ നടത്തുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് ഇതുവരെ വ്യക്തമായിട്ടുള്ളൊരു ധാരണയില്ല.
അപ്പം ഈ ചൈന എല്ലായിടവും പോയിട്ട് ഈ അതിർത്തി കടന്നുള്ള തീവ്രവാദത്തെക്കുറിച്ചും അല്ലെങ്കിൽ ആഗോള തീവ്രവാദത്തെക്കുറിച്ചൊക്കെ എപ്പോഴും വിമർശിക്കുകയും അതിനെ അപലപിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു രാജ്യമാണെങ്കിൽ തന്നെയും ഈ ഭീകരവാദത്തിൻ്റെ ഗ്ലോബൽ ഹബ്ബായിട്ടുള്ള പാകിസ്ഥാൻ്റെ ഏറ്റവും അടുത്ത വേണ്ടപ്പെട്ട രാജ്യമാണ്. അവർക്ക് 80% ആയുധങ്ങൾ കൊടുത്ത് സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ചൈന എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് ചൈനയുടെ വാക്കുകൾ നമുക്ക് തീർച്ചയായിട്ടും ബ്രിക്സിൽ ഇങ്ങനെ ഒരു ഡിക്ലറേഷൻ ഉണ്ടാവുകയാണെങ്കിൽ, അപ്പോൾ ചൈനയുടെ ഭാഗത്തുനിന്നും ഇങ്ങനെ ഒരു ഡിക്ലറേഷൻ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ചൈനയെ അവർ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം ഇരട്ടത്താപ്പ് നയമാണ് അവരുടെ ഭാഗത്തു നിന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അത് ഇന്ത്യ എപ്പോഴും ഇന്ത്യയുടേതായിട്ടുള്ള സ്വതന്ത്രമായിട്ടുള്ളൊരു ഫോറിൻ പോളിസി അല്ലെങ്കിൽ വിദേശ നയം തുടർന്നതായിട്ടാണ് നമുക്ക് പൊതുവേ കാണാൻ സാധിക്കുന്നത്. ചില സമയങ്ങളിൽ നമുക്ക് ഒരു സെക്കൻഡറി പവർ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അത്രയ്ക്ക് പവർഫുൾ അല്ലാത്തൊരു രാജ്യം എന്ന നിലയിൽ നമുക്ക് പവർഫുൾ ആയിട്ടുള്ള രാജ്യങ്ങളുടെ സമ്മർദ്ദത്തിന് ചില കാര്യങ്ങൾക്കൊക്കെ നമുക്ക് വഴങ്ങേണ്ടി വരും. അതിപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നാലും ശരി, അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗത്തു നിന്നാലും, അല്ലെങ്കിൽ ഇതുപോലുള്ള ചൈന റഷ്യ കോമ്പിനേഷൻ്റെ ഭാഗത്തു നിന്നൊക്കെ തന്നെ നമുക്ക് ചില വിട്ടുവീഴ്ചകളോ അല്ലെങ്കിൽ ചില കോംപ്രമൈസുകളൊക്കെ നമുക്ക് ചിലപ്പോൾ ചെയ്യേണ്ടി വരും. എന്നാലും നമ്മൾ മോറോളസ് ഏറെക്കുറെ ഒരു നല്ല പരിധിവരെ നമ്മൾ സെൽഫ് എന്താണ് പറയുന്നത്, വളരെ ഈ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു ഫോറിൻ പോളിസിയാണ് നമ്മൾ ഇതുവരെ തുടർന്നുകൊണ്ട് പോകുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. അപ്പോൾ ഈ ഡീ ഡോളറൈസേഷൻ എന്ന് പറഞ്ഞൊരു മൂവ് ബ്രിക്സിൽ ഏതെങ്കിലും രാജ്യം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ തന്നെയും ഇന്ത്യ അതിനകത്തിൽ ഇന്ത്യയുടെ മുകളിൽ സമ്മർദ്ദം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇന്ത്യനകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെമ്പറാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രഷർ ഉണ്ടാകുകയാണെങ്കിൽ ഇന്ത്യക്ക് അമേരിക്കയിലുള്ള ബന്ധങ്ങൾ ഏത് രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്ന് മാത്രമല്ല, അങ്ങനൊരു ഇനിഷ്യേറ്റീവ് ബ്രിക്സിൽ നിന്നുണ്ടാകുകയും ഇന്ത്യനകത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ചെയ്യണമെങ്കിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രഷേഴ്സ് അത് ഈ ഇക്കണോമിക് സാമ്പത്തികമായിട്ടുള്ള രംഗങ്ങളിൽ മാത്രമല്ല, മറ്റു പല രീതി, ഇപ്പം ഉദാഹരണത്തിന് ഇന്ത്യക്ക് പണി തരാൻ വേണ്ടി അമേരിക്കയെ സംബന്ധിച്ച് വലിയ പ്രയാസമൊന്നുമില്ല. കാരണം പാകിസ്ഥാനെ ശരിക്കും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി. പാകിസ്ഥാനെ ശരിക്കും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ബാക്കി കാര്യങ്ങൾ നോക്കിക്കൊള്ളുമെന്ന് അമേരിക്കയ്ക്ക് പണ്ട് മുതലേ അത് നമ്മൾ റിലേഷൻ വെച്ച് അറിയാമല്ലോ തീർച്ചയായിട്ടും. അപ്പോൾ ഇന്ത്യയുടെ മേളിൽ ഒരു പ്രഷർ ടാക്ടിക്സ് ആയിട്ട് പാകിസ്ഥാനെ അവർക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാം. കാരണം പാകിസ്ഥാൻ ഇപ്പോഴും അമേരിക്കയുടെയും ചൈനയുടെ പ്രോക്സി ആണെന്ന്, അതിനേക്കാൾ ഉപരി അമേരിക്കയുടെ ഒരു പ്രോക്സി ആയിട്ടാണ് ഇപ്പോഴും പാകിസ്ഥാൻ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യക്കെതിരെ പാകിസ്ഥാനെ ഉപയോഗിക്കാൻ വേണ്ടി വന്നാൽ അമേരിക്കയ്ക്ക് ഏത് സമയവും അവർക്ക് അതിന് പ്രശ്നമൊന്നുമില്ല എന്നുള്ളത് അവരുടെ ഹിസ്റ്ററിയിൽ നിന്നും അവരുടെ ഇപ്പോഴത്തെ നിലപാടിൽ നിന്നും ഒക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇന്ത്യയുടെ നിലപാട് എന്തായിരിക്കും, മോഡിയുടെ നിലപാട് എന്തായിരിക്കും ബ്രിക്സിൽ എന്നുള്ളതാണ് നമുക്കും തീർച്ചയായിട്ടും അറിയാൻ കൂടുതൽ താല്പര്യം. ഇന്ത്യ ഡീ ഡോളറൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുന്നത് ഒരു കോൺസെപ്റ്റ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു കണ്ടീഷനെ ഇന്ത്യ സപ്പോർട്ട് ചെയ്യുമോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിക്ലറേഷൻ ബ്രിക്സിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ത്യ അതെങ്ങനെയായിരിക്കും മാനേജ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കാം. മറ്റു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ.